Good morning. Today we are going to discuss notches and weirs. What is meant by a notch? A notch may be defined as an opening in the side of a tank or vessel such that the liquid level is below the top edge of the opening. ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു വെസലിൻ്റെ സൈഡിൽ കാണപ്പെടുന്ന ഒരു ഓപ്പണിംഗ് ആണ് നോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഒരു നോച്ച് ഓപ്പണിങ്ങിലെ ലിക്വിഡ് ലെവൽ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൻ്റെ ടോപ്പ് എഡ്ജിന് ബിലോ ആയിരിക്കും. സിൻസ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി നോച്ച് സെർവ്സ് നോ പർപ്പസ്, എ നോച്ച് മേ ഹാവ് ഓൺലി ദി ബോട്ടം എഡ്ജ് ആൻഡ് സൈഡ്സ്. ഒരു നോച്ചിൻ്റെ ടോപ്പ് എഡ്ജിന് പ്രത്യേകിച്ചുള്ള പർപ്പസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നോച്ചിന് ബോട്ടം എഡ്ജും സൈഡ്സുമാണ് ഉള്ളതെന്ന് പറയാം. നോച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഒറിഫൈസ് വിത്ത് ദി വാട്ടർ സർഫസ് ബിലോ ദി അപ്പർ എഡ്ജ് ഓഫ് ഓപ്പണിംഗ്. നമ്മൾ ഓൾറെഡി ഒറിഫൈസ് പഠിച്ചിട്ടുണ്ട്. ഒറിഫൈസിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമായിട്ട് നമുക്ക് നോച്ചിനെ പറയാൻ കഴിയും. പക്ഷേ നോച്ചിൻ്റെ കേസിൽ വാട്ടർ ലെവൽ കാണപ്പെടുന്നത് അപ്പർ എഡ്ജിന് ബിലോ ആയിരിക്കും. ഓപ്പണിങ്ങിൻ്റെ അപ്പർ എഡ്ജിന് ബിലോ ആയിരിക്കും. ദി ബോട്ടം എഡ്ജ് ഓവർ വിച്ച് ദി ലിക്വിഡ് ഫ്ലോസ് ഈസ് കോൾഡ് സിൽ ഓർ ക്രസ്റ്റ്. നോച്ചിൻ്റെ ബോട്ടം എഡ്ജിന് മുകളിലൂടെയാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. നോച്ചിൻ്റെ ബോട്ടം എഡ്ജിനെ പറയുന്ന പേരാണ് സിൽ അഥവാ ക്രസ്റ്റ്. ദി ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ ദി നോച്ച് ഈസ് നോൺ ആസ് നാപ്പെ ഓർ വെയിൻ. നോച്ചിൻ്റെ മുകളിൽ കൂടി ഒഴുകുന്ന ലിക്വിഡ് ഷീറ്റിനെ പറയുന്ന പേരാണ് നാപ്പെ അഥവാ വെയിൻ. ഈ ഒരു ഫിഗറിൽ ക്രസ്റ്റും നാപ്പയും മാർക്ക് ചെയ്തിട്ടുണ്ട്. Notches of metallic plates are provided in laboratories which are used for measuring the rate of flow during experiments. ലബോറട്ടറികളിൽ മെറ്റാലിക് പ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നോച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ നോച്ചസ് യൂസ് ചെയ്ത് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. Then, what is the difference between a notch and orifice? നോച്ച് ഒറിഫൈസിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണെന്ന് പറഞ്ഞു. നമുക്ക് നോച്ചും ഒറിഫൈസും തമ്മിലുള്ള ഡിഫറൻസ് ഫിഗർ വെച്ചൊന്ന് ചെക്ക് ചെയ്താലോ. ഒറിഫൈസിലെ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിന് താഴെയായിരിക്കും ഓപ്പണിങ്ങിൻ്റെ അപ്പർ എഡ്ജ്. ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആകും. എന്നാൽ നോച്ചിലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൻ്റെ അപ്പർ എഡ്ജിന് ബിലോ ആയിരിക്കും. Types of notches. Notches are classified depending upon the shape of the opening. ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് അനുസരിച്ച് നോച്ചസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെക്ടാങ്കുലാർ നോച്ച്, ട്രയാങ്കുലാർ നോച്ച് ഓർ വി നോച്ച്, ട്രപ്പിസോയിഡൽ നോച്ച് ആൻഡ് ഫൈനലി സ്റ്റെപ്പഡ് നോച്ച്. ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് അനുസരിച്ച് നോച്ചസുകളെ പ്രധാനമായിട്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കുലാർ നോച്ച്, ട്രയാങ്കുലാർ നോച്ച് അഥവാ വി നോച്ച്, ട്രപ്പിസോയിഡൽ നോച്ച്, അതുപോലെ സ്റ്റെപ്പഡ് നോച്ച്. നോച്ചസ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി എഫക്ട്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി നാപ്പെ. നാപ്പെ സൈഡ്സിലുള്ള എഫക്ട്സ് അനുസരിച്ച് നോച്ചസിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോച്ച് വിത്ത് എൻഡ് കൺട്രാക്ഷൻസ് എന്നും നോച്ച് വിത്തൗട്ട് എൻഡ് കൺട്രാക്ഷൻസ് എന്നും. നോച്ച് വിത്തൗട്ട് എൻഡ് കൺട്രാക്ഷൻസിനെ നമുക്ക് സപ്രസ്ഡ് നോച്ച് എന്നും വിളിക്കാം. വീർ. എ വീർ ഈസ് എ കോൺക്രീറ്റ് ഓർ മെസൻഡറി സ്ട്രക്ചർ built across a stream or river to raise water level on the upstream side and allow excess water to flow to the downstream side. ഒരു വീർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് കൊണ്ടോ മെസൻഡറി കൊണ്ടോ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. ഒരു സ്ട്രീമിന് അക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിവറിന് അക്രോസോ ആയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ അഥവാ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വീർ ഉപയോഗിക്കുന്നത്. അതുപോലെ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഫ്ലോ ചെയ്യിക്കുകയും ചെയ്യുന്നു.
Conditions of flow in case of weir are practically same as that of a rectangular notch. വീറിൻ്റെ കേസിലുള്ള ഫ്ലോ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലാർ നോച്ചിലെ ഫ്ലോ കണ്ടീഷൻസിനോട് സെയിം തന്നെയാണ്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോച്ച് ആൻഡ് എ വീർ. ഒരു വീറും നോച്ചും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് വീറ് ബിഗ്ഗർ വൺ ആയിരിക്കും, എന്നാൽ നോച്ച് സ്മാളർ സൈസ് ആയിരിക്കും. ഓക്കെ, വീറ് നമ്മൾ സ്ട്രീമിലോ റിവറിന് അക്രോസൊക്കെ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നാൽ നോച്ച് ഒരു ടാങ്കിലോ അല്ലെങ്കിൽ ഒരു വെസൽ സൈഡിലൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വീറ് മെസൻട്രി കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ആണ് ഉണ്ടാക്കുന്നത്. അതേസമയം ഒരു നോച്ച് പ്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് വീർസ്. വീർസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ്. ഷേപ്പ് അനുസരിച്ച് വീർസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെക്ടാങ്കുലാർ വീർ ആൻഡ് ഓൾസോ സിപ്പോലെറ്റിക് വീർ. റെക്ടാങ്കുലാർ വീറിന് റെക്ടാങ്കുലാർ ഷേപ്പ് ആയിരിക്കും. എന്താണ് സിപ്പോലെറ്റിക് വീർ? ഇറ്റ് ഈസ് എ ട്രപ്പിസോയിഡൽ വീർ ഹാവിംഗ് സൈഡ് സ്ലോപ്സ് 1 horizontal to 4 vertical. സിപ്പോലെറ്റിക് വീർ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡൽ വീറാണ്. ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് സൈഡ് സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഈ സൈഡ് സ്ലോപ്പ് n എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ദാറ്റ് ഈസ് 1 horizontal to 4 vertical. വീർസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജിൻ്റെ നേച്ചർ അനുസരിച്ച് വീർസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രീലി ഡിസ്ചാർജിങ് വീർ ആൻഡ് ഓൾസോ സബ്മേർജ്ഡ് ഓർ ഡ്രോൺഡ് വീർ. Freely discharging weir. Liquid level on the downstream side of the weir is lower than crest level. ഡൗൺസ്ട്രീം സൈഡിലുള്ള ലിക്വിഡ് ലെവല് ക്രസ്റ്റ് ലെവലിനേക്കാളും താഴ്ന്നിട്ടായിരിക്കും ഫ്രീ ഡിസ്ചാർജിങ് വീറിൽ ഉണ്ടായിരിക്കുക. സബ്മേർജ്ഡ് ഓർ ഡ്രൗൺഡ് വീർ. സബ്മേർജ്ഡ് മീനിങ് മുങ്ങിക്കിടക്കുന്ന എന്നാണ്. എന്താണ് സബ്മേർജ്ഡ് ഓർ ഡ്രൗൺഡ് വീർ? In which liquid level on the downstream side of a weir is above the crust. സബ്മേർജ്ഡ് വീറിലെ വീറിൻ്റെ ഡൗൺസ്ട്രീം സൈഡിലുള്ള ലിക്വിഡ് ലെവല് ക്രസ്റ്റ് ലെവലിൻ്റെ മുകളിലായിരിക്കും. വീർസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റ് ഷേപ്പ് അനുസരിച്ച് വീർസിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷാർപ്പ് ക്രസ്റ്റഡ് വീർ, ബ്രോഡ് ക്രസ്റ്റഡ് വീർ ആൻഡ് ഓൾസോ നാരോ ക്രസ്റ്റഡ് വീർ. ഷാർപ്പ് ക്രസ്റ്റഡ് വീർ യൂഷ്വലി നമ്മുടെ റെക്ടാങ്കുലാർ വീറിന് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. റെക്ടാങ്കുലാർ വീറിൻ്റെ കേസിലുള്ള ഡിസ്ചാർജ് ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഷാർപ്പ് ക്രസ്റ്റഡ് വീറിലും വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാരോ ക്രസ്റ്റഡ് വീർ ആൻഡ് ബ്രോഡ് ക്രസ്റ്റഡ് വീർ? നാരോ ക്രസ്റ്റഡ് വീറിലെ ക്രസ്റ്റ് വിഡ്ത്തിൻ്റെ 2 times എന്ന് പറയുന്നത് ക്രസ്റ്റിൻ്റെ മുകളിലുള്ള വാട്ടർ ഹൈറ്റിനേക്കാളും കുറവായിരിക്കും. എന്നാൽ ബ്രോഡ് ക്രസ്റ്റഡ് വീറിലെ ക്രസ്റ്റിൻ്റെ 2 times വിഡ്ത്ത് ക്രസ്റ്റിൻ്റെ മുകളിലുള്ള വാട്ടർ ലെവലിനേക്കാളും കൂടുതലായിരിക്കും. സോ വീർസിനെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വീറിൻ്റെ ഷേപ്പ് അനുസരിച്ച്, ഡിസ്ചാർജ് നേച്ചർ അനുസരിച്ച്, അതുപോലെ ക്രസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച്. ഓക്കെ, so in our today's section we have discussed notches classification and weir classification in detail. Okay, thank you.